ഇത്ര വളരെ വ്യത്യസ്തപ്പെട്ട വളരെ ധന്യമായ വേദിയിൽ ഈ പ്രത്യേക കൂട്ടായ്മയിലേക്ക് എന്നെ ചേർക്കാൻ തോന്നിയ, എന്നെ വിളിക്കാൻ തോന്നിയ ഇതിൻ്റെ ഭാരവാഹി ശ്രീരാമനോട് പ്രത്യേകിച്ചും നന്ദി. വലിയ സന്തോഷമുണ്ട്. കാരണം ഞാറ്റുവേലയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ വന്ന് നിങ്ങളായിട്ട് ഇടപെടാൻ എല്ലാവരും മിക്കവാറും എല്ലാവരും അറിയാം. എന്നാലും ഈ ഒരു വേദിയിൽ വന്ന് നിങ്ങളായിട്ട് കൂട്ടി ചർച്ച ചെയ്യാൻ, പാട്ട് പാടുക, അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിലേക്കും ഭാഷയൊക്കെ പരിചയപ്പെടുന്നത് തന്നെ എൻ്റെ എന്താ പറയുക കോളേജിലാണ്. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യുന്ന സമയത്താണ്. കാരണം ഞാൻ പഠിച്ചു വളർന്നതൊക്കെ കേരളത്തിന് പുറമേ ആയതുകൊണ്ട് ബോംബെയിലും കൽക്കട്ടയിലും പിന്നെ ചെന്നൈയിലും, ഇപ്പോൾ ചെന്നൈയിലാണ് കുറേ ആയതുകൊണ്ട് മലയാളം അമ്മ വീട്ടിൽ നിർബന്ധിച്ച് പഠിപ്പിച്ചതുകൊണ്ട് എഴുതാനും വായിക്കാനും അറിയാം. പിന്നെ ഇപ്പോൾ സംസാരിക്കുന്ന മലയാളമൊക്കെ ഇവിടെ ഇങ്ങനെ ഇടപെട്ട് സമ്പാദിച്ചതാണ്. അതുകൊണ്ട് അതിലൊരുപാട് തെറ്റുകളുണ്ടായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല ചിലപ്പോൾ വരിക. അപ്പം ഞാൻ ഇംഗ്ലീഷിലേക്ക് ചിലപ്പോൾ മാറും. അത് നിങ്ങൾ പൊറുക്കണം. എന്നെ മലയാളത്തിലേക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ ചിന്താരവിയാണ്. അതുകൊണ്ട് ചിന്താരവിയോട് എനിക്ക് വലിയ കൃതജ്ഞതയുണ്ട്. ഞാൻ ഈ MA പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് 70കളുടെ അവസാനം, 1970കളുടെ അവസാനം ഒരു ദിവസം ചിന്താരവി വിളിക്കുന്നു. അപ്പം അന്ന് ഞാൻ ന്യൂസ് വായിച്ചിരുന്നു മദ്രാസ് ദൂരദർശനിൽ, അത് ഡൽഹിയിലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പം അങ്ങനെ കണ്ടിട്ട് നമ്പർ അന്വേഷിച്ചു, ലാൻഡ് ലൈൻ ഉള്ളൂ എന്ന് വിളിച്ചതാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പോകുന്നുണ്ട്, എനിക്ക് ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മളെന്ന്, അതിൽ അഭിനയിക്കണം എന്നും പറഞ്ഞിട്ടാണ് സമീപിക്കുന്നത്. അങ്ങനെ പരിചയപ്പെടുന്നു. അങ്ങനെ കോഴിക്കോട് ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് വരുമ്പോഴാണ് കേരളത്തിൻ്റെ സംസ്കാരം എന്താ ഒരു കൾച്ചർ ഷോക്ക് പോലെ എന്നെ അടിക്കുന്നത്. കാരണം അവിടെ എല്ലാവരും ഉണ്ട്. കടമ്മനിട്ട രാമകൃഷ്ണൻ, എല്ലാവരും ഉണ്ട്. മാത്രമല്ല ആ ഷൂട്ടിങ്, അതിനുശേഷം ഞാൻ 1-2 സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് എനിക്ക് അതിൻ്റെ രീതി വ്യത്യാസം പറയുകയാണ്. ഇതുപോലൊരു സൗഹൃദ വേദിയായിരുന്നു. അതിൽ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട്, അതിലുപരി ചർച്ചകൾ, വിവാദങ്ങൾ, പാട്ട്, പിന്നെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അതൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അനുഭവത്തിലും ഞാൻ സിനിമയെപ്പറ്റി കുറച്ചൊക്കെ എന്താ പറയുക, എനിക്ക് ഒരു താല്പര്യമുള്ള വേദി ആയതുകൊണ്ട് ഞാൻ സ്റ്റഡീഡ്. ഒരു സെല്ലുലോയിഡ് ഡിസ്കോഴ്സ് ആയിരുന്നു അത്, ഒരു സംവാദം, ഒരു ഫിൽമിക് സംവാദം, ഒരു ഡിസ്കോഴ്സ് ആയിരുന്നു, ഒരു നോർമൽ സിനിമയല്ല. ആ പ്രത്യേകത അതിന് പ്രത്യേകിച്ചുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആ സിനിമ എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. പക്ഷെ അതിനുശേഷം ആരും അങ്ങനെ സിനിമ എടുത്തിട്ടില്ല, എൻ്റെ അറിവിലില്ല. അങ്ങനെയാണ് കേരളമായിട്ടുള്ള എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ. അന്ന് ഞാൻ പരിചയപ്പെട്ടവർ ഇന്നും എൻ്റെ സ്നേഹിതരാണ്. അത് കൂടുതൽ വികസിച്ചു വന്നു. പിന്നെ ഏഷ്യാനെറ്റ് എന്നുള്ളൊരു ഭാവന മനസ്സിലുണ്ടായി. പിന്നെ ഇവിടെ വന്ന് തുടങ്ങുന്നു. അപ്പോൾ അവരെയൊക്കെ വീണ്ടും സമീപിക്കാൻ പറ്റി. ചിന്താരവി മുഖാന്തരമാണ് ശ്രീരാമനെ ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെയുള്ളവരെല്ലാവരും ആ ഒരു ചാനലിനെ വളരെ ധന്യമാക്കി എന്നുള്ളതാണ്. ആ ചാനൽ ഒരു വ്യത്യസ്തപ്പെട്ട ചാനലാകാൻ കാരണം അതിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ ഇവരെല്ലാം സമ്മതിച്ചു എന്നുള്ളതാണ്. ശ്രീരാമൻ അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചത്. അന്ന് പൈസയൊന്നുമില്ല, ഒരു നിങ്ങൾ വല്ല പൈസ കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല, കൊടുക്കാൻ പൈസയൊന്നുമില്ല. ഗുഡ് ലോട്ട് ഓഫ് ഗുഡ് വിൽ ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് നമ്മൾ ഒരു പരിണാമം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തിൻ്റെ ഒരു സീരിയലൈസ് ചെയ്തിരുന്നു. അപ്പോൾ അത് ചെയ്ത ഡയറക്ടർ പൈസയില്ല, കാരണം അത് പറയാൻ പോലും മോശം എത്ര പൈസ കൊടുത്തത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ എൻഗേജ് ചെയ്യാനൊന്നും പൈസയില്ല. അപ്പോൾ പക്ഷേ അതിലൊരു ഗുണമുള്ളത് പട്ടികളെ ആവശ്യമുള്ളൂ, സ്ട്രീറ്റ് ഡോഗ്സ്. പിന്നെ ഒരു പോലീസുകാരൻ വേണം.
അപ്പോൾ ഈ പോലീസുകാരനെ അവർ ഒരാളെ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന് പുള്ളിയൊരു യൂണിഫോം വേണം. അപ്പോൾ തൊപ്പിയും ടോപ്പും മാത്രം, അതൊക്കെ വാടകയ്ക്ക് കിട്ടും കോടമ്പകത്തിൽ മദ്രാസിൽ. പാൻറ് ഉണ്ടെങ്കിൽ അതിന് 100 രൂപ വെച്ച് കൊടുക്കണം. അതുകൊണ്ട് പാൻറ് വേണ്ടെന്ന് വെച്ചു. എല്ലാം ക്ലോസപ്പ് ഷോട്ട്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തതാണ് ഈ സീരിയൽസ്. അങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും കൂടി നിന്ന് ഒരുമിച്ച് പണിത ഒരു ചാനലായിരുന്നു ഏഷ്യാനെറ്റ്. അത് ഇന്ന് അതിൻ്റെ സ്വഭാവമൊക്കെ മാറി. അത് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ അല്ലെങ്കിൽ രൂപകരൻ അല്ലെങ്കിൽ സ്ഥാപകൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആരോപണം പോലെയാണ് തോന്നുക. അത് വേറെ കാര്യം. ഇന്ന് ഞാൻ ഒരു ഉദ്ഘാടന പ്രസംഗം എന്ന് പറയുന്നത് ഈ ഒരു വേദിയിൽ എനിക്ക് വലിയ മടിയുണ്ട്, ഭീതിയുണ്ട്. കാരണം ഇവിടെ വളരെ വിദഗ്ധരാണ്, പല മേഖലകളിലും മഹാരഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നവർ. അവരോടൊന്നും എനിക്ക് പുതുതായിട്ട് കാര്യമായിട്ട് പറയാനുണ്ടാവില്ല. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമം അല്ലെങ്കിൽ ഡിജിറ്റൽ കൾച്ചറിൻ്റെ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. കാരണം അതിൻ്റെ പരിണാമങ്ങൾ, അതൊരു മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ മാറ്റങ്ങൾ നമ്മൾ അതിശയപ്പെട്ട് ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നുള്ളൊരു മനസ്ഥിതിയോടുകൂടി അതായിട്ട് എൻഗേജ് ചെയ്യാനുള്ളൊരു ഒരു വിസമ്മതം ആണോ നമ്മുടെ മനസ്സിൽ എന്നുള്ളതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു ഡിജിറ്റൽ കൾച്ചർ ഒരു ഡിജിറ്റൽ സംസ്കാരം ശരിക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പുതിയ തലമുറയെ നമ്മൾ വീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാം. അവരുടെ പ്രാക്ടീസ് ഓഫ് കൾച്ചർ ഇസ് ഡിജിറ്റൽ. അത് ഞാൻ പറയാൻ കാരണം അതിന് വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനലോഗിൽ നിന്നും ഡിജിറ്റലിലേക്ക് മാറുമെന്ന് പറയുമ്പോൾ അതൊരു ടെക്നോളജി ആയിരിക്കും, ടെക്നിക്കൽ ടേം അല്ലാതെ അതിനുള്ള കൾച്ചറൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ, നമ്മൾ ഈ ഹൈറ്റ്സ് ആൻഡ് ഡെപ്സ് അല്ലെങ്കിൽ ഉയരങ്ങൾ, ആഴങ്ങൾ എന്നൊക്കെ കരുതുന്നത്, അതിൻ്റെ പ്രാധാന്യം മാറി ബ്രെത്ത് ഹാസ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ്. എന്താ ഒരു ഉപരിതലം എന്ന് പറയില്ല, സർഫസ് സ്പെക്ടക്കിൾ, ഡെപ്ത്, ബ്രെത്ത് ഹാസ് ബിക്കം ആസ് ഇമ്പോർട്ടൻറ്റ് ഓർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹൈറ്റ് ഓർ ഡെപ്ത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പരപ്പ്, സിനാറിയോ ഇസ് എ ഫ്ലാറ്റ് ലാൻഡ്, ഒരു ഫ്ലാറ്റിസം എന്ന് പറയുന്നത്. ഇതൊക്കെ പീപ്പിൾ ഹാവ് ഇതിൻ്റെ പ്രവചനം നടന്നിട്ടുണ്ട്. സൂസൻ സോൺടാഗ്, റോളാൻ ബാർത്ത്, ഇങ്ങനെയുള്ള ഫിലോസഫേഴ്സ് ഹാവ് സ്പോക്കൺ അബൌട്ട് ഇൻ ദ ഫ്യൂച്ചർ there will be no heights and depths, there will only be breadth. The idea of height and depth as repositories of profundity of knowledge is a false consciousness. ഇതൊക്കെ there have been interesting predictions. അത് വന്നുകൊണ്ടിരിക്കുന്നില്ലേ എന്നുള്ളൊരു, എനിക്ക് സംശയമില്ല അത് വന്നു എന്നുള്ളത്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ഐഡിയ ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഒരു തലത്തിൽ നമ്മൾ കാണുമ്പോൾ ലാറ്ററൽ തിങ്കിങ്, ഹൈപ്പർ ടെക്സ്റ്റ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ലാറ്ററൽ തിങ്കിങ്. ഇപ്പോൾ എഡ്വേർഡ് ഡുബോണയുടെ ഇതിനെപ്പോലെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ലാറ്ററൽ തിങ്കിങ്ങിനാണ് അതിന് പ്രാധാന്യം, മുൻതൂക്കം കൊടുക്കുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഒരു വാക്ക് വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ അതിന് കൂടി, സോ യു ലേൺ മോർ ആൻഡ് മോർ ഓൺ എ പ്ലെയിൻ ഓഫ് ബ്രെത്ത്, നോട്ട് ഓഫ് ഹൈറ്റ് ഓർ ഡെപ്ത്. അതുകൊണ്ട് ഇതിലൊരു വാല്യൂ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് ഹൈറ്റ് ആൻഡ് ഡെപ്ത് പോയി നമ്മൾ ഒരു റെൽം ഓഫ് ബ്രെത്തിലാണ് പ്രവർത്തിക്കുന്നത്. സോ ഹാവ് വി മൂവ്ഡ് ടു എ ഇൻഫീരിയർ ഫോം ഓഫ് കോഗ്നിഷൻ ഓഫ് കൾച്ചറൽ പ്രാക്ടീസ് എന്നുള്ള ഒരു വാല്യൂ ജഡ്ജ്മെൻ്റ് ഇല്ല അതിൽ. ഹൈറ്റ് ആൻഡ് ഡെപ്തും ബ്രെത്തും പുതിയ തലമുറ ഓപ്പറേറ്റ്സ് ഓൺ എ റെൽം ഓഫ് ബ്രെത്ത്. അത് നമുക്ക് വളരെ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റും. അത് ഈ മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ് യൂസ് ചെയ്ത്, ഇപ്പോൾ ഇൻ്റർനെറ്റ്, നമ്മൾ അതിൻ്റെ ഭാഷ തന്നെ ഇസ് എ ലാംഗ്വേജ് ഓഫ് ബ്രെത്ത്. നമ്മൾ സർഫ് ദി ഇൻ്റർനെറ്റ് എന്നാണ് പറയുക, അല്ലേ? സർഫ് ദ നെറ്റ്. യു ഡോണ്ട് ടോക്ക് അബൌട്ട് ഡൈവിങ് ഇൻ ടു ഡെപ്സ് ഓഫ് നോളജ് ഇൻ ദ നെറ്റ്.
or ascending heights of knowledge in the net. നെറ്റിലെല്ലാം ഉണ്ട് താനും. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രപഞ്ചമാണ്. ഐ മീൻ യുവർ നോൺ വേൾഡ് ഇസ് മോർ ഓർ ലെസ് ദെയർ, ബട്ട് യു ആർ സർഫിങ് ഇറ്റ്. സ്പാനിങ്, സ്കാനിങ്, spamming, all terminology of breadth, of ഒരു ഉപരിതലം, ഒരു സർഫസ് സ്പെക്ടക്കിൾ. ആ ഒരു മാറ്റം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിച്ചു തുടങ്ങിയാൽ പല കാര്യങ്ങൾക്കും പുതിയ വ്യാഖ്യാനങ്ങൾ, നമുക്ക് അർത്ഥവത്തായി മാറും നമ്മുടെ മനസ്സിൽ. They will acquire new meaning, they acquire more significance, the changes that are taking place. അതേപോലെ സംഭവിച്ചിരിക്കുന്നത്, നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ സാഹിത്യ എഴുത്തുകാർ, ദ പവർ ഓഫ് ദ റിട്ടൺ വേർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതിൽ സംശയമില്ല. എന്നാലും അതിൻ്റെ ഒരു ആധിപത്യം, ദ ടിറനി ഓഫ് ദ റിട്ടൺ വേർഡ് എന്ന് വേണമെങ്കിൽ പറയാം, അതും മാറ്റി അതിനെ എന്താ പറയുക, സ്റ്റുഡ് ഓൺ ഇറ്റ്സ് ഹെഡ്. ഇപ്പോൾ വിഷ്വൽ ആൻഡ് ഓഡിയോ ഹാവ് ബിക്കം equally powerful as the written word. Visual and audio വേണമെങ്കിൽ പുതിയ തലമുറയ്ക്ക് are more important than the written word. അപ്പോൾ ഈ റൈറ്റിംഗ് ചുരുങ്ങി ഇപ്പോൾ ഒരു മൊബൈലിൽ വായിക്കാവുന്ന ടെക്സ്റ്റ് മാത്രമാണ് കൂടുതൽ വായിക്കുന്നത്. അത് മോശമാണ്, സംശയമില്ല. കാരണം മോർ റീഡിങ് വിൽ വൈഡൻ യുവർ മെൻ്റൽ ഹൊറൈസൺ. ഈ വിഷ്വൽസിലും ഓഡിയോയിലും സാധാരണ രീതിയിൽ നോർമൽ പ്രാക്ടീസ്, the power of the written word, between the lines ഇല്ല, മെറ്റഫർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ ഇറ്റ് ഈസ് എ മോർ ആൻറ്റീരിയർ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ എഴുത്തിന് കൊടുത്ത പ്രാധാന്യം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ, അത് സ്വീകരിക്കാൻ വിഷമമുണ്ടെങ്കിലും വി ഹാവ് ടു റെക്കഗ്നൈസ് ദാറ്റ് ഇറ്റ്സ് ചേഞ്ചിങ്. അതിൽ വരുമ്പോൾ പ്രത്യേകിച്ചും വിഷ്വൽസിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇന്ന് എല്ലാ വിഷ്വൽസും നമുക്ക് മൊബൈൽ ഫോണിലാണ് വരുന്നത്. ടെക്സ്റ്റും മൊബൈൽ ഫോണിൽ വരുന്നു, ഓഡിയോയും വരുന്നു. പോഡ്കാസ്റ്റ്, ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റ് ആൻഡ് ഇമ്മേഴ്സീവ്നെസ്, അതിൻ്റെ ഒരു എന്താ പറയുക, ഇമോഷണൽ എംപത്തി, ക്വാളിറ്റി ഓഫ് എംപത്തി, ഇതൊക്കെ കലർന്നിട്ട് വരുന്ന ഒരു ഡിജിറ്റൽ കൺവേർജൻസ് ഉള്ളൊരു സംസ്കാരത്തിലേക്കാണ് നമ്മൾ എടുത്ത് ചാടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ യു മൂവ് ഫ്രം ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ടു ദി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ കൾച്ചറൽ പ്രാക്ടീസ് മേ ഓൾസോ ബിക്കം മോർ ഇൻട്രസ്റ്റിംഗ്, പെർട്ടിക്കുലർലി ഫോർ ദ ന്യൂവർ ജനറേഷൻ എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിച്ചത്. റിട്ടൺ വേർഡിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇംഗ്ലീഷിൽ പറയും ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്നാണ് പറയാം ഗ്രാമറിൽ. വൈ ഡു യു കോൾ സംതിങ് ഫിഗർ ഓഫ് സ്പീച്ച്? So the spoken is more anterior to the written. സ്പോക്കൻനെസ്സിനെ അനുകരിക്കുകയാണ് എഴുത്തിന്. The spoken is anterior, precedes writing. In the Bible, when they say the beginning was the word, it is not the written word, it's a spoken word. എന്നാലും സുമേറിയൻ സിവിലൈസേഷൻ തൊട്ട് എഴുത്തിന് പ്രാധാന്യമുണ്ട്. 5000 BC or 4000 BC ലൊക്കെ Sumerian, it's written. That which is not recorded does not exist. രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് ഇല്ല. You don't know that it exists എന്നുള്ളതാണ്. പക്ഷെ അത് മാറിയിട്ടിപ്പോൾ ദ പവർ ഓഫ് ദ സ്പോക്കൺ നമുക്കറിയാം. ഇന്ത്യൻ കൾച്ചേഴ്സിലും മറ്റ് കൾച്ചേഴ്സിലും റീഡിങ് വാസ് നോട്ട് എൻകറേജ്ഡ് ടു മെയിൻറ്റെയിൻ ക്ലാസ് ഡിഫറൻസസ് അല്ലേ. ഇവിടെ ഓൺലി ബ്രാഹ്മിൻസ് കുഡ് റീഡ് ദ വേദാസ്. It was orally communicated. പാലിയിലും സംസ്കൃതത്തിലും it was communicated through generations in the spoken form, not in the written form. Even in Christianity, Protestant the Reformation comes because they want to read the Bible and know their God. They don't want the apparatus of the clergy of the church to tell them what is to be done. അങ്ങനെയാണ് ഈ മാധ്യമത്തിൻ്റെ ഒക്കെ തുടർച്ച. അങ്ങനെയാണ് ഈ 17th centuryയിൽ കൗണ്ടർ റെഫർമേഷൻ, പ്രൊട്ടസ്റ്റന്റ് റെഫർമേഷൻ, അത് ക്രിയേറ്റ്സ് എ ഹ്യൂജ് പബ്ലിക്കേഷൻ ഓഫ് ബൈബിൾസ് ഓൺ എ മാസീവ് സ്കെയിൽ. എല്ലാവരും ബൈബിൾ സ്വയം വായിച്ച് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സൂക്തങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്.
എന്നിട്ട് അതിൻ്റെ ഒരു കൗണ്ടർ റിഫർമേഷൻ വരുന്നു ഒരു 10-20 കൊല്ലത്തിനകം. അപ്പോൾ അതിൽ another fillip of reading Bible in a different. So the power of the spoken word, in other words, is a very old human faculty. അതിന് വീണ്ടും പ്രാധാന്യം ഈ ഡിജിറ്റൽ കൾച്ചറിലാണ് വരുന്നതെന്നുള്ളതാണ്. അതേപോലെ റിട്ടൻ്റെ വിഷ്വലിൻ്റെ അതിന് മുമ്പേ വന്നു കഴിഞ്ഞു. 1970-കളിലൊക്കെ ഒരു സിറ്റുവേഷനിസ്റ്റ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഓത്തറായിരുന്നു ഗൈ ദെബോർ. ഹി ഹസ് റിട്ടൺ ദിസ് ബുക്ക് കോൾഡ് ദി അക്യൂമുലേഷൻ ഓഫ്, ബുക്കല്ല ഒരു ട്രാക്റ്റാണ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഹൊമിലീസ് പോലെ ഒരു ചില കാര്യങ്ങൾ എഴുതി അതൊരു കമ്പൈലേഷനാണ്. ഇറ്റ്സ് കോൾഡ് ദി സൊസൈറ്റി ഓഫ് ദി സ്പെക്ടക്കിൾ. അപ്പോൾ അക്യൂമുലേഷൻ ഓഫ് സ്പെക്ടക്കിൾസ് ആണ് അതിൻ്റെ ഒരു main argument. And there are people who have compared accumulation of spectacles of Guy Debord to Karl Marx's idea of accumulation of wealth. It's supposed to be as influential in some ways in the media realm. The accumulation of spectacles, എവിടെ നോക്കിയാലും സ്പെക്ടക്കിൾസ് ആണല്ലേ. നമ്മളിപ്പോൾ when you're driving you see billboards അല്ലെങ്കിൽ പോസ്റ്റേഴ്സ്. ഇന്ന് പിന്നെ മൊബൈൽ ഫോണിൽ ഇതെല്ലാം വരുന്നുണ്ട്. സിനിമയാണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും എല്ലാ ഈ മൊബൈൽ ഫോണിൽ കാണുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൺവേർജൻസ് ഓഫ് ദി വിഷ്വൽ, ദി ഓഡിയോ ആൻഡ് ദ ടെക്സ്റ്റ് വരുന്ന സാഹചര്യത്തിൽ പുതിയ ഒരു ഭാഷ തന്നെ രൂപീകരിച്ച് വരുന്നുണ്ട്. പക്ഷെ അതിനൊരു ഡെഫിനിറ്റീവ് ഷേപ്പ് ആയിട്ടില്ല, വരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഗ്രാമർ, അതിൻ്റെ സിൻടാക്സ്, അപ്പോൾ എഴുത്തിൻ്റെ പഴയ മെറ്റഫേഴ്സ്, പഴയ മീനിങ്സ് മാറി ഒരു ന്യൂലി മിൻറ്റഡ് ലാംഗ്വേജ് വിൽ എമേർജ്. അത് വലിയൊരു വെല്ലുവിളിയായിരിക്കും. അത് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഗ്രേറ്റ് ചാലഞ്ച്. ആൻഡ് ദി ന്യൂവർ ജനറേഷൻ ഇസ്, ഐ തിങ്ക് യു ക്യാൻ സീ ദാറ്റ്. ഇപ്പോൾ പുതിയ നിയോളജിസംസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പുതിയ വാക്കുകൾ വരുന്നുണ്ട് ഭാഷയിൽ. അത് ഈ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ ആ ഒരു ആശയവിനിമയത്തിൻ്റെ അനുയോജ്യമായ ഒരു ആയിട്ടാണ് വരുന്നത്. പിന്നെ മൂന്നാമത് സംസ്കാരത്തെ പറ്റി നമ്മുടെ ഒരു ധാരണ. അത് പണ്ടേ പിന്നെ ക്ലാസിക്കൽ വേഴ്സസ് ഫോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആ ചർച്ചയുണ്ട്. അതുകൂടാതെ ഗ്രേറ്റ് ട്രഡിഷൻ, ലെസർ ട്രഡിഷൻ, ആ ഒരു ഡിബേറ്റ് കൂടാതെ ദി ഐഡിയ ദറ്റ് കൾച്ചർ ഇസ് ഓർഡിനറി. അത് റേമൻ വില്യംസ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സെറ്റ് കൾച്ചർ ഇസ് ഓർഡിനറി, കൾച്ചർ ഇസ് ദി ഡെയിലി, കൾച്ചർ ഇസ് ദി എവറി ഡേ. അല്ലാതെ കൾച്ചറിനെ നമ്മൾ എന്താ പറയുക സങ്കല്പിച്ചാൽ യു ആർ ക്രിയേറ്റിംഗ് ക്ലാസ് ഡിഫറൻസസ്, യു ആർ ക്രിയേറ്റിംഗ് പ്രിവിലേജ്ഡ് കൾച്ചർ ആൻഡ് അൺപ്രിവിലേജ്ഡ് കൾച്ചർ. Whereas if you consider culture as quotidian, as everyday, as ordinary, that makes for a level playing field. അതും ഈ ഒരു ഫ്ലാറ്റിസം അതിലേക്ക് വന്നു ചേരും. Raymond Williams was a Marxist cultural theorist, language specialist. അദ്ദേഹം one of the areas where he differed with the Marxian and epistemology, an idea of the world. നമ്മുടെ കാൾ മാർക്സിൻ്റെ എന്താ പറയുക, യു ഹാവ് ദ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അത് കാലഹരണപ്പെട്ടു പോകുന്ന ഒരു ഐഡിയ ആണെന്ന് അദ്ദേഹം അന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ബേസ് ഇസ് മെറ്റീരിയലിസ്റ്റിക്, ഈസ് ഇക്കണോമിക് ഡിറ്റർമിനിസം ഇസ് എ ബേസ്. അപ്പോൾ ഈ കൾച്ചർ, ആർട്ട്, മറ്റതൊക്കെ സൂപ്പർ സ്ട്രക്ചറായിട്ടാണ് സങ്കല്പിക്കപ്പെടുക. അല്ലെങ്കിൽ very rigorous Marxists will call it false consciousness also. ഈശ്വര വിശ്വാസം, സ്പിരിച്വാലിറ്റി, അതൊക്കെ. ബട്ട് റേമൻ വില്യംസിൻ്റെ അതിനോടുള്ള ഒരു ഡയലക്റ്റിക് എൻഗേജ്മെൻറ്റ് അത് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദി എക്കണോമിക് ബേസ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആ കൾച്ചർ ഇസ് വെരി ഓർഡിനറി ആയിട്ട് കരുതിയാൽ യു വിൽ സീ ദാറ്റ് ഇറ്റ് ഇസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എ ബേസ് ആസ് ഇക്കണോമിക് ഡിറ്റർമിനിസം. അപ്പോൾ ആ ഓർഡിനറിനെസ് ഓഫ് കൾച്ചർ ഡിജിറ്റൽ മീഡിയയിൽ, ഡിജിറ്റൽ സംസ്കാരത്തിൽ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം. ദ കൾച്ചർ ഇസ് ബിക്കമിങ് ഓർഡിനറി. ഇന്ന് മലയാളം സിനിമ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് മലയാളം സിനിമകൾ കാണുന്നത് OTT പ്ലാറ്റ്ഫോംസ് വന്നുകൊണ്ട്. അതിൻ്റെ പ്രത്യേകത 5-10 കൊല്ലത്തിനുള്ള ഡിഫറൻസാണ് കാണുന്നത്. യു വിൽ ഫൈൻഡ് ദ ലാംഗ്വേജ് ഇസ് ലോക്കൽ. ഇപ്പോൾ കണ്ണൂർ എടുത്തൊരു സിനിമയാണെങ്കിൽ കണ്ണൂർ ഭാഷയാണ്, അവിടുത്തെ ബിഹേവിയറൽ പാറ്റേൺസ് ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജൻ ഓർ കാസ്റ്റ്,
ആ ഒരു ലോക്കൽ സ്പെസിഫിക് ഐഡിയാസ്, ജോക്സ്, അത് ബട്ട് ഹാസ് യൂണിവേഴ്സൽ അപ്പീൽ. ഇപ്പോഴത്തെ സിനിമകൾ ഒരു മലയാളത്തിലെടുത്താലും 10-20 ലാംഗ്വേജിൽ ഉടനെ അത് ഡബ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. സോ ദ റീച്ച് ഇസ് ഫാൻറ്റാസ്റ്റിക്. ആൻഡ് ഐ തിങ്ക് കേരളത്തിലെ പോലെ ഇപ്പോൾ ദർ ഇസ് നോ വൈബ്രൻറ്റ് ഫിലിം മേക്കിംഗ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, ന്യൂ പീപ്പിൾ, not known faces. Of course, there are big multi-stars, are there, Mammootty, Mohanlal and all that, but അതിൻ്റെ ഇടയിൽ കൂടെ there are tens and tens of, hundreds of these films are coming. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പടങ്ങൾ കേരളത്തിലാണ് നിർമ്മിച്ചിരുന്നത്. ശരിയാണ്, ഒരു കാലഘട്ടം 70കളിലാണ് 400 പടം ഒരു കൊല്ലം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. എന്നുവെച്ചാൽ 1.5 ദിവസം കൊണ്ട് ഓരോ പടം എന്ന് അങ്ങനെയായിരിക്കും കണക്ക്. പക്ഷേ 400 ഫിലിംസ് വർ മെയ്ഡ് ബിക്കോസ് മെനി പീപ്പിൾ ആർ മേക്കിംഗ് ഇറ്റ് സൈമൾട്ടേനിയസ്ലി. പക്ഷെ അന്നത്തെ ഭാഷയുടെ പ്രയോഗം ഇന്ന് ഈ വരുന്ന പുതിയ തലമുറയുടെ ഭാഷ പ്രയോഗം, അന്ന് നമ്മളൊരു തൃശ്ശൂർ ഭാഷയിൽ അഭിനയിക്കുന്ന പറഞ്ഞാൽ അത് ഒരു മിമിക്രിയാണ്. അതൊരു എന്താ പറയുക, മമ്മൂട്ടി ചിലപ്പോൾ തൃശ്ശൂർ ഭാഷ സംസാരിക്കും, അല്ലെങ്കിൽ മറ്റേ. ഇന്ന് അതല്ല, ഇന്ന് ആ ഭാഷയിൽ സംസാരിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനൊരു ഇറ്റ്സ് നോട്ട് എൻ ആർട്ടിഫിസ്, ഇറ്റ്സ് നോട്ട് എ കോൺഷ്യസ് മിമിസിസ്, ഇറ്റ് ഈസ് നാച്ചുറൽ ബിഹേവിയറൽ ലൈഫ് എന്നുള്ള വ്യത്യാസം കാണാം. ഇതൊക്കെ കൾച്ചർ ഓർഡിനറി ആവുന്നതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഡിജിറ്റൽ ടൂൾസാണ് ഇവരിപ്പോൾ സിനിമയിൽ ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ എഡിറ്റിംഗ് ആണ്, ലീനിയർ എഡിറ്റിംഗ് അല്ല, നോൺ ലീനിയർ എഡിറ്റിംഗ് ആണ് അല്ലേ. ഡിജിറ്റലിൻ്റെ ഒരു പ്രത്യേകത ലീനിയറിൽ നിന്നും നോൺ ലീനിയർ, നമ്മുടെ കോഗ്നിഷനിൽ തന്നെ ഫ്രം ലീനിയർ യു മൂവ് ടു നോൺ ലീനിയർ. കാർട്ടീസിയൻ വേ ഓഫ് തിങ്കിങ് അല്ല ഐ തിങ്ക്, ദെയർഫോർ ഐ ആം. ഇറ്റ് ഇസ് സൈമൾട്ടേനിയസ്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ വി ഗ്രാസ്പ് ഇറ്റ് സൈമൾട്ടേനിയസ്ലി അറ്റ് ദ സെയിം ടൈം. ഇപ്പോൾ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ there are 15 or 16 elements on the television screen. പ്രത്യേകിച്ച് ഒരു ബ്ലൂംബർഗ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ടെലിവിഷൻ സ്ക്രീനിൽ ആങ്കർ ഉണ്ടാവും, ആങ്കറിന് ഇടയ്ക്ക് വരുന്ന വിഷ്വൽസ് ഉണ്ടാവും, പിന്നെ എന്താ പറയുക വെതർ ഡേറ്റ ഉണ്ടാവും, പിന്നെ 3 ബാൻഡ് ഉണ്ടാവും, സ്റ്റോക്സ് ആൻഡ് കമോഡിറ്റീസ്, ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ഫ്ലാഷ് ന്യൂസ്. ഇതെല്ലാം ഒരാൾ സൈമൾട്ടേനിയസ്ലി മനസ്സിലാക്കുന്ന തെറ്റിദ്ധാരണയാണോ അത്? അല്ല, കാരണം ഹ്യൂമൻ ബ്രെയിൻ ക്യാൻ പ്രയോറിറ്റൈസ് ഓട്ടോമാറ്റിക്കലി. ഇതും കാണുന്നുണ്ട്, അതും കാണുന്നില്ല. വി ആർ ആക്ച്വലി സൈമൾട്ടേനിയസ്ലി ഗ്രാസ്പിങ് ഓൾ ഓഫ് ഇറ്റ്. അല്ലെങ്കിൽ അത് അത്ര പൈസയും ഇത് ചിലവാക്കി അവർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇൻ അതർ വേർഡ്സ്, ടെക്നോളജി ഈസ് അപ്രോക്സിമേറ്റിംഗ് ദ ഹ്യൂമൻ കപ്പാസിറ്റി. സൗണ്ട് നമ്മൾ ആദ്യമൊക്കെ സിനിമ കാണുമ്പോൾ സൗണ്ട് സ്ക്രീനിൽ നിന്നാണ് വന്നിരുന്നത്. പിന്നെ സൗണ്ട് സ്റ്റാർട്ടഡ് സിമുലേറ്റിംഗ് ദ നാച്ചുറൽ അക്കൂസ്റ്റിക് ബിഹേവിയർ അല്ലേ, നാച്ചുറൽ അക്കൂസ്റ്റിക് കേപ്പബിലിറ്റി എന്ന് വെച്ചാൽ ഇവിടുന്ന് വരുന്ന ശബ്ദം ഇവിടുന്ന് വരും. ഇപ്പം ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുകയാണെങ്കിൽ ഒരു കാക്ക പറക്കുന്നുണ്ടെങ്കിൽ അത് യു ക്യാൻ ഹിയർ ദ സൗണ്ട് ഓഫ് ദ ക്രോ കോയിങ്. അവിടുന്ന് വരും, നമുക്ക് ഇങ്ങനെ നോക്കാൻ തോന്നും. അല്ലെങ്കിൽ ഒരു ഹീറോ ഓടുകയാണ് അല്ലെങ്കിൽ ഓടിപ്പോവാണ്, അയാൾ ഒരു വലിയ ക്രൗഡ് ഇസ് ചേസിങ് ഹിം. ആ ക്രൗഡിൻ്റെ സൗണ്ട് നമുക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നും തിയേറ്ററിൽ. ശരിക്കും ആരെങ്കിലും വി ഡോണ്ട്, ബട്ട് ഇറ്റ്സ് സോ റിയലിസ്റ്റിക്. ഇൻ അതർ വേർഡ്സ്, സൗണ്ട് ഡയമെൻഷനിൽ നമ്മുടെ നാച്ചുറൽ ഹ്യൂമൻ കപ്പാസിറ്റി ഫോർ ഹിയറിങ്, നമ്മുടെ ഓറൽ കപ്പാസിറ്റി, ആർ ഓഡിയോ കേപ്പബിലിറ്റി, അതിന് ഓൾമോസ്റ്റ് മോർ ഓർ ലെസ് കംപ്ലീറ്റ് ആയിട്ട് സിമുലേറ്റ് ചെയ്തിട്ടുണ്ട്, മിമിക് ചെയ്തിട്ടുണ്ട് ടെക്നോളജിക്കൽ. എന്നാൽ വിഷ്വലിൽ അത് നടന്നിട്ടില്ല. അവിടെയും ഇറ്റ്സ് ഹാപ്പനിങ്. വിഷ്വൽ എപ്പോഴും നമ്മൾ ഫ്രെയിമിംഗ് എന്ന് പറയില്ലേ, ഇപ്പോൾ സിനിമയിൽ ഷൂട്ട് ചെയ്യുമ്പോഴും ഫ്രെയിം എന്താണെന്ന് നോക്കട്ടെ എന്ന് പറയും ഡയറക്റ്റ്. ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു ദർ ഇസ് എ നോർമലി റെക്ടാങ്കുലർ. ഇപ്പോൾ മൊബൈലിലിപ്പോൾ യു ക്യാൻ സേ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. എന്നാലും ഒരു ഇതുണ്ട്, ഇറ്റ്സ് എ റെക്ടാങ്കുലർ ഫ്രെയിമിംഗ്. അത് തകർക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം സൗണ്ടിൽ ഇറ്റ്സ് ബീൻ ലിബറേറ്റഡ്, ബട്ട് വിഷ്വൽ ഹാസ് നോട്ട് ബീൻ ലിബറേറ്റഡ്. എന്നാൽ ഇപ്പോൾ ദ ലേറ്റസ്റ്റ് ടെക്നോളജി ഇൻ ഡിജിറ്റൽ, വെൻ യു ടോക്ക് അബൌട്ട് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, അതിന് സാധാരണ AR VR എന്ന് പറയും. അതാണ് സംഭവിക്കുന്നത്. യുവർ ഡീ ഫ്രെയിമിങ്, ദ ഫ്രെയിം ഇസ് കൊളാപ്സ്ഡ്. ഇഫ് യു വെയർ ദറ്റ് ഹെഡ്സെറ്റ് ഡിവൈസ്, ഒരു ഹെഡ് മൂവ്മെൻറ്റ് ഡിവൈസ്, HMD എന്ന് പറയുന്നത്, അതിട്ടിട്ട് വെൻ യു സീ, കാരണം ദാറ്റ് ഹാസ് പെർട്ടിക്കുലർ each lens for each eye is different. It gives you a panoptic view. നമ്മുടെ സാധാരണ കാണുന്നത് ഒരു 160 ഡിഗ്രിയിലല്ല കാണുക. പക്ഷേ ഈ സിനിമയൊക്കെ നമ്മൾ വെർച്വാലിറ്റി എല്ലാം ഒരു ഫ്രെയിമിലല്ല കാണിക്കുന്നത്. അത് മാറ്റി now you are able to see. മാത്രമല്ല, you are stepping into it. That's why it's augmented reality. നമ്മളെ രംഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. So you are part of that. അപ്പോൾ
if you want to see Mammootty walking and what happens to him, you can choose to follow that. Or if you want to see what his wife or his lover or his villain is doing after he walks, you can choose to follow that. You have multiple narratives in the same setting. അങ്ങനെയാണല്ലോ ജീവിതത്തിൽ നടക്കുന്നത്. മറ്റത് the director is deciding what you will see first, what you will see next. അപ്പോൾ authorship, the idea of auteur, സിനിമയുടെ authorship എന്നൊക്കെ പറയില്ലേ, director is the author, that is collapsing. Now you are determining what you will see, what you want to see. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഇതിൽ how do you define somebody who is using the mobile phone? അയാൾ റീഡർ എന്ന് വിളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താ ലിസണർ എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ വ്യൂവർ എന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാം കമ്പൈൻഡ്, ബിക്കോസ് you are also producing, you are putting your own ideas into it. You are determining the way you want to see it. So to put all these factors in there so that multiple people are reading the same visual, or what is called the same visual, in different ways. അത് സാധാരണ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ അത് വ്യാഖ്യാനമാണ് in our mind. But here you are actually making it a simulacrum which is living and dynamic and changing as you determine it. അതുകൊണ്ടാണ് കൺസ്യൂമർ എന്നുള്ള വേർഡ് വരുന്നത്, വിച്ച് ഇസ് എ ബാഡ് ടേം. കാരണം അത് മാർക്കറ്റ് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഐ എം എ കൺസ്യൂമർ ഓഫ് മീഡിയ എന്നാണ് പറയുക. ബട്ട് നൗ ദി ടേം ദാറ്റ്സ് യൂസ്ഡ് ഇസ് പ്രോസ്യൂമർ, അതായത് ഐ എം ഓൾസോ പ്രൊഡ്യൂസിങ്, ഐ എം ഓൾസോ കൺസ്യൂമിങ്. അപ്പോൾ ഈ മ്യൂച്വാലിറ്റി ദീസ് ആർ ഓൾ ഡിഫറൻസസ് ദാറ്റ് ആർ ടേക്കിംഗ് പ്ലേസ്. നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് ഈ ചെറുപ്പക്കാർ ദേ ടേക്ക് ടു ഇറ്റ് ഓട്ടോമാറ്റിക്കലി. ദേ മേ നോട്ട് ഡിഫൈൻ ഇറ്റ് ലൈക്ക് ദാറ്റ്. കാരണം ദേ ആർ ഓൾ ഡിജിറ്റൽ നേറ്റീവ്സ്. They are literally born with the phone in their hands. ഒരു പ്രോസ്തറ്റിക് എക്സ്റ്റൻഷൻ പോലെ അവർക്ക് ഈ മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ, സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ദിസ് ഈസ് another aspect of what is happening in digital culture. മൂന്നാമത്, one of the problem areas, ഇതിനൊന്നും നമുക്ക് ഒരു മുൻവിധിയില്ലാതെ കാണണം. കാരണം മാത്രമല്ല, ഇതിനൊന്നും there is no solution also. Much of what I'm speaking is also tentative, because നമുക്ക് എന്താ പറയുക, we don't have the privilege of distance. ഇത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒരു ഡെഫിനറ്റീവായിട്ട് പറയാം. കാരണം ഇറ്റ്സ് ഹാപ്പനിങ് നൗ. നമുക്കൊരു ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലല്ലേ ഇത് ഒബ്ജക്റ്റീവായിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പ്രവണതകൾ, ഈ സിംറ്റംസ്, ദീസ് മാനിഫെസ്റ്റേഷൻസ് വൺ ക്യാൻ റെക്കഗ്നൈസ് ആൻഡ് വൺ ക്യാൻ സീ becoming a trend and solid. So another area is the idea of Postmodernism is already very old. 1940-കളിൽ തന്നെ പോസ്റ്റ് മോഡേണിസം ഹസ് കം. അതിനുശേഷം നമുക്ക് അതിനപ്പുറം ശരിക്കും ആർട്ടിൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളതാണ്, വലിയ മൂവ്മെൻറ്റ്സ്, ഒരു എന്താ പറയുക, ഓവർ ആർച്ചിങ് മൂവ്മെൻറ്റ്സ് എന്ന് പറയും, ചേഞ്ചസ് എന്ന് പറയില്ലേ, അതിൻ്റെ അവസാന ഘട്ടം പോസ്റ്റ് മോഡേണിസമാണ്. കാരണം അതിനുശേഷം അങ്ങനെ ഒരു ഓൾ എൻകോംപസിങ് ആയിട്ടുള്ളൊരു ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. What is beyond postmodernism? If you ask somebody, they'll say postmodernism. ഒന്നുകൂടി ചോദിച്ചാൽ പറയും postmodernism. എന്ന് വെച്ചാൽ മറ്റ് സർറിയലിസം ഉണ്ടാവും, ഇംപ്രഷനിസം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും, അതല്ല. ബട്ട് ആസ് എൻ ഓവർ ആർച്ചിങ് കൾച്ചറൽ ചേഞ്ച്. അപ്പോൾ പോസ്റ്റ് മോഡേണിസത്തിന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം ഇസ് ഇറ്റ് മോഡേൺ ഓർ ഇസ് ഇറ്റ് ആൻറ്റിക്വേറ്റഡ് എന്നുള്ളത് പോലും വരും. അതുപോലെ തന്നെ അതിപ്പോൾ ട്രൂത്തിനെ, സത്യാവസ്ഥയെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. എന്താണ് സത്യം? പോസ്റ്റ് ട്രൂത്ത് ഹാസ് ബിക്കം എ ടേം. അത് ട്രംപ് has made it very, very obvious what is post-truth. എൻ്റെ പ്രസിഡൻഷ്യൽ ഉദ്ഘാടനത്തിന് 2 million people were there എന്ന് ട്രംപ് പറയുന്നു. നമുക്ക് അവിടെയുള്ള ദൃശ്യം ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് TV ക്യാമറാസ്, അത് കണ്ടറിയാം. 2 million പോയിട്ട് 50,000 പേരുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ 25,000 ആദ്യത്തെ. പക്ഷേ ട്രംപ് പറയും ദാറ്റ് ഇസ് ഫേക്ക്, ദർ were 2 million people. പറഞ്ഞ് ഇറ്റ് ബിക്കംസ് പോസ്റ്റ് ട്രൂത്ത്. ഇറ്റ് ബിക്കംസ് എ കൈൻഡ് ഓഫ് എക്സ്ട്രീംലി സബ്ജക്റ്റീവ് ട്രൂത്ത്. അതുകൊണ്ട് തന്നെ നീച്ചെ അത് ഫാഷിസ്റ്റിക് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. നീച്ചെ ഫേമസ്ലി സെഡ്, ദ ഹിസ്റ്ററി ഓഫ് ട്രൂത്ത് is the history of the longest lasting falsehood. സത്യത്തിൻ്റെ ചരിത്രം ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞ് ചക്ക തല്ലി പഠിപ്പിക്കുന്ന പോലെ അത് സത്യമായി നമ്മൾ അവതരിപ്പിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് അത് ഇറ്റ്സ് നോട്ട് എ ന്യൂ പ്രോബ്ലം. പ്ലേറ്റോ ഹാസ് സെഡ്, പോയിട്രി കംസ് ക്ലോസർ ടു വൈറ്റൽ ട്രൂത്ത് ദാൻ ഹിസ്റ്ററി. കവിതയ്ക്കാണ് അന്തിമ സത്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിഹാസത്തെക്കാൾ കൂടുതൽ.
poetry comes closer to vital truth than history. കാരണം history is always the story of the winner, of the conqueror, of the victor. Poetry, you get a glimpse of the truth. What that truth is, you may not, haiku, 4 lines of poetry, അതൊക്കെ ആയിരിക്കും what you call epiphany എന്ന് പറയും, അല്ലെങ്കിൽ സ്പിരിച്വൽ ക്വാണ്ടം ലീപ്പ്. അതുകൊണ്ടാണ് ദൈവമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കും. There is something beyond, it gives you a sense of sublimation. So that problem was already there. അപ്പോൾ ഇന്ന് ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്, ട്രൂത്ത് എന്താണെന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ് നമുക്ക്. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ ഇത് അവതരിപ്പിച്ച് പറഞ്ഞു, ഒരു വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് തുടങ്ങിയ ഞാറ്റുവേലയിൽ. ബട്ട് ദാറ്റ്സ് വെരി വണ്ടർഫുൾ. ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു സ്വഭാവം ഇല്ലാതെ പല സ്ട്രീംസിൽ നിന്നുള്ള ഒരു വേദിയായി മാറി എന്നുള്ളതാണ്. അതെല്ലാം അവിടെ നടക്കുന്നത് സാധാരണ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം. കാരണം ഈ വാട്സാപ്പ് ഗ്രൂപ്പ്സ് ആർ നോർമലി ഫിൽറ്റർ ബബിൾസ് അല്ലെങ്കിൽ എക്കോ ചേമ്പേഴ്സ്. ഒരേ അഭിപ്രായമുള്ളവർ ഒരുമിച്ച് കൂടി അതേ കാര്യങ്ങൾ വീണ്ടും പറയും. ഒരു ഇൻസെസ്റ്റ് ഇപ്പം മിക്കവാറും ഡിസ്കോഴ്സസും അതാണ്. നമുക്ക് അറിയാവുന്ന ആൾക്കാർ നമ്മുടെ ചില അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ മുൻവിധികൾ, prejudices, biases, അത് ആവർത്തിച്ചിട്ട് കൂടുതൽ we become more and more isolated, more and more siloed. വേറെ സൈലോസിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത്. So although it has tremendous reach, the actual use of it in the digital culture is becoming more and more narrow. എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. That's because of the nature of community in the social media sphere. The idea of community in social media sphere is flawed. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ there is no concept of universal truth anymore. എൻ്റെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. ഞാൻ എൻ്റെ സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ഞാൻ പണ്ടേ വിട്ടു. കാരണം അവിടെ ഇറ്റ് ഗ്രോസ് ഇൻക്രീസിംഗ്ലി ബിക്കംസ് റൈറ്റിസ്റ്റ് ആൻഡ് ബിക്കംസ് മോർ ആൻഡ് മോർ ഫണ്ടമെൻ്റലിസ്റ്റ് ആൻഡ് ഇംപേഷ്യൻ്റ് ഓഫ് അതർ വ്യൂ. അപ്പോൾ നമ്മളത് വെല്ലുവിളിച്ച് തുടങ്ങുമ്പോൾ ആദ്യം ആരും ഒന്നും മിണ്ടില്ല, പിന്നെ നമ്മൾ ചീത്ത പറഞ്ഞു തുടങ്ങും. അപ്പോൾ അവസാനം ഇത് തയ്ക്കാൻ പറ്റാഞ്ഞിട്ട് എല്ലാവരും ചീത്ത പറഞ്ഞിട്ട് പെട്ടെന്ന് ബിഫോർ ദേ കുഡ് റിട്ടോർട്ട് ഐ ക്വിറ്റ്. അത് പക്ഷേ അവർക്ക് മാറിയിട്ടില്ല എപ്പോഴും, അത് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. സോ ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻക്രീസിംഗ്ലി. ഓർ യു അഡ്ജസ്റ്റ് ആൻഡ് യു സബ്സ്ക്രൈബ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ദ സ്റ്റേറ്റ് അലോൺ ദാറ്റ് ഈസ് ഡൂയിങ് ഇറ്റ്. ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡിജിറ്റൽ കൾച്ചറിൻ്റെ ഒരു പ്രശ്നം, ദി ഓർഡിനറി ലെവൽ സമ്മർദ്ദങ്ങൾ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്, നമ്മുടെ ട്വീറ്റ് വായിക്കുന്നവരുണ്ട്, ഈ ഒപ്പീനിയൻസ് പറയുന്നവരുണ്ട്. സോ യു ആർ ബീങ് ഗിവൻ ബ്രെയിൻ വാഷ്ഡ് or you're under pressure intellectually, mentally, emotionally in your everyday interaction with people. കാരണം everyday communication ആണത്. And this is very live form, അല്ലേ? തത്സമയ സംപ്രേഷണം പോലെയാണത്. ഈ സൗണ്ടിൻ്റെയും പ്രത്യേകിച്ച് ഈ സൗണ്ടിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകത, ഈ റൈറ്റിംഗ്, റോളാൻഡ് ബാർത്ത് ഫേമസ്ലി സെഡ്, writing implies absence, speech implies presence. കാരണം നമ്മൾ സംസാരിക്കുന്നത് ഓൾവേസ് വിത്ത് സംബഡി ഹൂ യു ആർ എൻഗേജിങ് വിത്ത് ദെൻ ആൻഡ് ദാറ്റ്. തത്സമയമാണ്. അല്ലാണ്ട് റെക്കോർഡ്, ഇന്നിപ്പോൾ നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വായിക്കും വാട്സാപ്പിൽ, ബട്ട് ദോസ് ആർ ഓൾ എക്സെപ്ഷൻസ്. ബട്ട് വേറെ റൈറ്റിംഗ് യു ഓൺലി റൈറ്റ് ടു സംബഡി ഹൂ ഇസ് ഗോയിങ് ടു റീഡ് ഇറ്റ് ലേറ്റർ. അത് എഴുത്താണെങ്കിലും പ്രബന്ധമാണെങ്കിലും ആർട്ടിക്കിളാണെങ്കിലും. സോ ഇറ്റ് ഇംപ്ലൈസ് പ്രസൻസ് ഓഫ് ദി റെസിപ്പിയൻറ്റ്. അയാൾ അവിടെ ഇല്ല, ആളോ സ്ത്രീയോ പുരുഷനോ അവിടെ ഇല്ല. ഹി റീഡ്സ് ലേറ്റർ. അപ്പോൾ ആ ഒരു ലൈവ് മീഡിയയെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ വെദർ യു ഹാവ് ദി ഡിജിറ്റൽ എക്വിപ്മെൻറ്റ് ടു ഹാൻഡിൽ ഇറ്റ് എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമ്മൾ സ്വയം വി ഹാവ് ടു കൺസിഡർ. ദി യങ് പീപ്പിൾ സീം ടു ഹാവ് ഫിഗേർഡ് ഇറ്റ് ഔട്ട്. They can be in multiple groups and react differently in different groups. അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നുണ്ടോ അവർക്ക്? ഇതൊക്കെ ചോദ്യങ്ങളാണ്. കാരണം I've been dealing with education for over 25 years now, Asian. So I find the younger people, they are, നമ്മൾ വിചാരിക്കുന്ന പോലെ they know a lot. കാരണം on the realm of breadth, they know far more than I know about general things. But when it comes to rationalizing your stand on something, ഇതും പറയും അതും പറയും ഇതും പറയും with equal conviction, and they think that's fine because it's a multilateral view of the world, ഒരു consensual view അല്ല, അല്ലെങ്കിൽ ഒരു rationalized logical view അല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇതിൽ.
അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ ദീർഘിച്ച് പോകുന്നത് ഇങ്ങനെ ചില ഐഡിയാസ് അവതരിപ്പിക്കുന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ദി വേ ദ മാർക്കറ്റ്, ഈ ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ ഒരു പ്രത്യേകത, ദ വേ ദി വേൾഡ് ഇസ് ഓർഗനൈസ്ഡ്. ഇന്ന് ഇതിൻ്റെ തലപ്പത്തുള്ളവർ ടെക് ബില്യനേഴ്സാണ്. പ്രസിഡൻറ്റ് ഓഫ് US ഇസ് ഓൺലി എ ക്രീച്ചർ ഓഫ് ദാറ്റ്. ഈ ടെക് ബില്യനേഴ്സ്, നമ്മുടെ മസ്ക്, ഇലോൺ മസ്ക്, അല്ലെങ്കിൽ മാർക്ക് സുക്കർബർഗ്, അല്ലെങ്കിൽ ആൻഡ്രീസൺ, പീറ്റർ തീൽ, ഇവരൊക്കെയാണ് ദ ബിഗ് ബില്യനേഴ്സ്. അവരുടെയൊക്കെ ഒരു പ്രത്യേകത, ഇൻഫാക്ട് അവരുടെ ഒരു ഗുരുവുണ്ട്. ഐ ഡോണ്ട് നോ മെനി ഓഫ് യു ഹവ് സീൻ ദാറ്റ്. ദർ ഇസ് എ മാൻ കോൾഡ് റെനെ, എന്ത് റെനെയാണ്, ജിറാഡ് റെനെ. ഹി വാസ് എ സ്റ്റാൻഫേർഡിലൊരു പ്രൊഫസറാണ്. ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസാണ് അറ്റ് വൺ പോയിന്റ് ഓർ ദി അതർ. അതൊരു ക്ലബ്ബുണ്ട്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ നാളാണ് ഇത് കണ്ടുപിടിച്ചത്. ദർ എൻ ആർട്ടിക്കിൾ ഇൻ ദ ഗാർഡിയൻ, ദെൻ ഐ വെന്റ് ആൻഡ് ബോട്ട് ദ ബുക്ക്, റെഡ് ഇറ്റ്. ഈ റെനെ എന്ന് പറയുന്നത് ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫസറാണ്, സ്റ്റാൻഫോർഡിലായിരുന്നു പാസ്റ്റ് അവേ. ആൻഡ് ദെൻ ഹി ബിക്കെയിം എ ഫിലോസഫർ ഓഫ് കൈൻഡ്. ഹീസ് ഐഡിയ ഓഫ് ദ സംതിങ് കോൾഡ് മിമെറ്റിക് ക്യാപിറ്റലിസം. നമ്മൾ നോർമൽ ഇൻ മാർക്സിൻ ടെൻസ് ഐഡിയ ഓഫ് ക്യാപിറ്റലിസം ഇസ് primitive accumulation. You go on accumulation. Mimetic capitalism is you are not desiring the object that you want to buy. You are desiring the capability that somebody will have to buy that object, and you want to outdo that person. So it's a competitive mimesis, competitive, എന്താ പറയുക, അനുകരണം, mimicking, So it's called mimetic capitalism എന്നാണ് അത്. അപ്പോൾ ഇവരൊക്കെ they are all capitalists, but they are very innovative. So, if you want to be a mimetic capitalist, and if you don't want somebody else to desire the same thing you want, what do? You have to discover something or do something which is monopolistic, which only you can do. That's why you'll find the modern capitalists, they are very innovative. They are technologically very innovative. Elon Musk is a brilliant technologist. Mark Zuckerberg is. Peter Thiel is. Penpal and the founder. They've all invented new avenues, but to capture the market and create a technological world. But Google, Facebook, Twitter, they are running. I mean, that's the biggest cultural forum. That's the biggest news forum. That's the biggest media around. So those who invented it, those who got into it, Steve Jobs, they do something which is unique. So that so it's monopolistic, corporate, acutely corporate kind of capitalism. Adinte bhagamayittana culture also, spans out. So these are the realities of the world. And on the other hand, the tools give us a liberative potential also. Digital culture, digital tools enable us to reach out, to engage with people. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെറ ഇൻഫിനിറ്റി, ഒരു അതിരില്ലാത്തൊരു ഏരിയയാണ്. ഹൗ ഡസ് സംബഡി ബിക്കം എ ക്യാപിറ്റലിസ്റ്റ് ദെയർ? ഒരു ഇരുണ്ട സ്ഥലത്ത് ഇഫ് ഐ ഷൈൻ എ ബ്രൈറ്റർ ലൈറ്റ് ആൻഡ് പീപ്പിൾ കം ആൻഡ് ഫ്ലോക്ക് ദെയർ, യു ക്രിയേറ്റ് ഫുട്ഫോൾസ്. Those footfalls convert, you monetize them, and then you that's what they're doing. They're not producing a single thing themselves. Google is aggregating all the information in the world, putting it all in one place, and now therefore there's a big contest going on, as you know. In Australia and so on, Google has to shell out money if they use any information from any newspaper or media. Already in Europe they are talking about having standard regulations by the government enacted whereby these platforms cannot just say we are aggregators. They have to pay. They are cannibalizing creative work of others and not paying a pie for it. And they are making money out of it because, they harvest your personal information, the advertisements come there, and they're making huge money. So the whole framework or the way in which capitalism works has changed. It is media intensive. It is media led in large ways. Media technologies, media tech kind of combination. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ഇന്നത്തെ സംസ്കാരം, ഇന്നത്തെ നമ്മുടെ കൾച്ചറൽ പ്രാക്ടീസ്. And therefore, digitization gives us the way to break out of it. And I think fora like Nyatavela should engage with that medium and see ഈ വ്യത്യാസം ഇതിൽ നമുക്ക് എങ്ങനെ how can you initiate a change in this area എന്ന് we should start thinking. ഇതിനെപ്പറ്റി ചർച്ചകളായിരിക്കണം എന്ന്. And AR, VR ൻ്റെ possibilities.
അപ്പോൾ വി ആർ ലിവിങ് ഇൻ വെരി എക്സൈറ്റിംഗ് ടൈംസ് ആൻഡ് വെരി ഡേഞ്ചറസ് ടൈംസ് അറ്റ് ദ സെയിം ടൈം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്.